ഹായ് ഫ്രണ്ട്സ്, ടീസ്ക്വയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ക്യാമറ, DSLR ക്യാമറ ആയിക്കോട്ടെ, മിറർലെസ് ക്യാമറ ആയിക്കോട്ടെ, അത് സൂക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ പല സുഹൃത്തുക്കൾ, ഇപ്പോൾ എൻ്റെ പല ഫ്രണ്ട്സിനായാലൊക്കെ തന്നെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. നമ്മൾ ക്യാമറ എടുത്ത് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ബാറ്ററി ഊരി വെക്കണോ, മെമ്മറി കാർഡ് ഊരി വെക്കണോ, അത്തരത്തിൽ ഇപ്പോൾ നമ്മൾ നേരെ എടുത്ത് വെച്ചില്ലെങ്കിൽ ഫംഗസ് കയറുമോ, അത്തരത്തിലുള്ള പല സംശയങ്ങളും പല ആൾക്കാർക്കുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മുടെ ക്യാമറ സൂക്ഷിക്കുന്ന ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരുപാട് കൂടിയ ടെമ്പറേച്ചറിലും കുറഞ്ഞ ടെമ്പറേച്ചറിലും നമ്മുടെ ക്യാമറ സൂക്ഷിക്കാനായിട്ട് പാടില്ല. ഒരുപാട് കൂടിയ ടെമ്പറേച്ചർ ആണെങ്കിൽ ഗ്രാജ്വലി നമ്മുടെ ക്യാമറയുടെ ബോഡി അത് സാരമായിട്ട് ബാധിക്കും, ബോഡി ഡാമേജ് വരാനായിട്ട് തുടങ്ങും. ഒരുപാട് കൂടിയ ടെമ്പറേച്ചറിലാണ് നമ്മൾ ക്യാമറ സൂക്ഷിക്കുന്നതെങ്കിൽ. ഇനി ഒരുപാട് കുറഞ്ഞ ടെമ്പറേച്ചർ, വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിലാണെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേനെ അത് സാരമായി ബാധിക്കുന്നുള്ളതാണ്. നമ്മുടെ LCD ഡിസ്പ്ലേ കേടുവരുന്നുള്ളതാണ് ഒരുപാട് കുറഞ്ഞൊരു ടെമ്പറേച്ചറിൽ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. പിന്നീടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ക്യാമറയിലെ കമ്പോണൻസ് ഊരി വെക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ബാറ്ററി, മെമ്മറി കാർഡ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ക്യാമറയുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഊരി വെക്കണം എന്നുള്ളൊരു കാര്യം. നമ്മുടെ ക്യാമറ ലോങ് ടൈമിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നതെങ്കിൽ, ഇപ്പോൾ കുറച്ച് മാസത്തേക്ക് നമ്മുടെ ക്യാമറ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഈ കമ്പോണൻസ് ഒക്കെ ഊരി വയ്ക്കുന്നതാണ് നല്ലത്. ബാറ്ററി, മെമ്മറി കാർഡ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ക്യാമറയിൽ നിന്ന് ഊരി എടുത്ത് വയ്ക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ആ ക്യാമറ ഇൻ്റർചേഞ്ചബിൾ ലെൻസ് ഉള്ളതാണ്, അഥവാ DSLR ക്യാമറയൊക്കെയാണ്, ലെൻസ് മാറ്റാൻ പറ്റുന്ന ക്യാമറയാണെങ്കിൽ ലെൻസും ഊരി ബോഡി ക്യാപ്പ് ഇട്ട് എടുത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് പറയാനായിട്ടുള്ളത്. പിന്നെ ഏത് ഇലക്ട്രോണിക് ഉപകരണം നമുക്കറിയാം, ഒരുപാട് ദിവസമൊന്നും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാണ്ടിരിക്കുന്നത് തന്നെ അതിൻ്റെ ഒരു ആരോഗ്യത്തെ ബാധിക്കുന്നുള്ളതാണ്. സോ ഇപ്പോൾ ഒരുപാട് ദിവസത്തേക്കാണ് എടുത്തേക്കുന്നതെങ്കിൽ കൂടി ഇടയ്ക്കൊക്കെ ഒന്ന് ക്യാമറ എടുത്ത് ഓരോ ഫോട്ടോ ഒക്കെ എടുക്കുക, അതൊന്ന് ഉപയോഗിക്കുക. ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്, ഒരുപാട് കാലത്തേക്ക് നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് കേടുപാടുകൾ സംഭവിക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് എടുക്കുക, ഒന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുക, തിരിച്ചതുപോലെ തന്നെ വെക്കുക. സോ അത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ബാറ്ററി, മെമ്മറി കാർഡ് പോലുള്ളതൊക്കെ ഊരി വയ്ക്കുക. ഇതുപോലെ പീരിയോഡിക്കലി നമ്മൾ വേണ്ട രീതിയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക, ഇടയ്ക്കൊന്ന് എടുത്ത് പ്രവർത്തിപ്പിച്ചൊക്കെ നോക്കുക. നമ്മളിപ്പോൾ പറഞ്ഞത് ലോങ് ടേമിലുള്ള കാര്യമാണ്. ഇപ്പോൾ കുറച്ച് ദിവസത്തേക്കൊക്കെയാണ് ബാറ്ററിയും മെമ്മറി കാർഡും ഊരി വെക്കണോ, കുറച്ച് ദിവസത്തേക്ക് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഊരി വെക്കണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, എപ്പോഴായാലും ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി, മെമ്മറി കാർഡ് ഊരി വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. തിരിച്ച് ആവശ്യമുള്ളപ്പോൾ ഇടുക എന്നുള്ളത് തന്നെയാണ് പറയാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിച്ചിട്ട് നമ്മൾ ബാറ്ററി ഇട്ട് മെമ്മറി കാർഡ് ഇട്ട് വെച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എങ്കിലും നല്ലത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്കണക്ട് ചെയ്ത് ഇടുന്നത് തന്നെയാണെന്നാണ് പറയാനായിട്ടുള്ളത്. ടെമ്പറേച്ചറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മോയ്സ്ചറിൻ്റെ പ്രസൻസ് എന്നുള്ളത്. മോയ്സ്ചർ അതേ ഏറെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മോയ്സ്ചർ എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മുടെ ക്യാമറയുടെ ഇമേജ് സെൻസർ, നമുക്കറിയാം മെയിൻ പാർട്ടാണ് നമ്മുടെ ക്യാമറയുടെ, അതിൻ്റെ പ്രവർത്തനത്തെ വരെ മോശമായിട്ട് ബാധിക്കുന്നുള്ളതാണ് മെയിനായിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാമറയിലുള്ള മൈന്യൂട്ടായിട്ടുള്ള സർക്യൂട്ട് ബോർഡുകൾ ഒക്കെ തന്നെ പ്രവർത്തനങ്ങളെ മോശമായിട്ട് ബാധിക്കുന്നുള്ളതാണ് മോയ്സ്ചറിൻ്റെ പ്രശ്നം. സോ മാക്സിമം മോയ്സ്ചർ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഈവൻ നമ്മൾ പറയാറുണ്ട്, വെതർ സീൽഡ് ആയിട്ടുള്ള ബോഡി ആണെങ്കിൽ കൂടി അതൊരു പരിധി വരെയാണ് ജലാംശത്തെ റിപ്പൽ ചെയ്യുള്ളൂ. ആ ഒരു പരിധി കഴിഞ്ഞാൽ അതും അതിനെ മോശമായിട്ട് ബാധിക്കുന്നുള്ളതാണ്. സോ മാക്സിമം മഴയത്തും തണുപ്പ് കൂടിയ സമയത്തൊക്കെ തന്നെ ക്യാമറ യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. സോ ഡ്രൈ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ മാക്സിമം ഉപയോഗിക്കുക. പിന്നെ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ലെൻസിൽ ഫംഗസ് കയറുക, ഫംഗസ് അറ്റാക്കിൻ്റെ കാര്യം നമ്മൾ പറയാറുണ്ട്. എല്ലാവരും ഏറെ ഒരു പ്രശ്നമായിട്ട് കാണുന്നൊരു കാര്യം തന്നെയാണ്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമ്മുടെ ക്യാമറ ലെൻസിൽ ഫംഗസ് കയറാണ്ടിരിക്കുക എന്ത് ചെയ്യും, അങ്ങനത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ. മെയിനായിട്ട് കയറാണ്ടിരിക്കാൻ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തണുപ്പത്തും മഴയത്തൊക്കെ തന്നെ ക്യാമറ യൂസ് ചെയ്യാണ്ടിരിക്കുക. ഈവൻ വെതർ സീൽഡ് ആയിട്ടുള്ള ക്യാമറ ആണെങ്കിൽ കൂടി മാക്സിമം അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലുള്ള ഉപയോഗം കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് പറയാനായിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡ്രൈ ബോക്സിലൊക്കെ തന്നെ ക്യാമറ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഡ്രൈ ബോക്സിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. സോ മോയ്സ്ചറൊക്കെ തന്നെ ഒരുവിധം പോവും. പിന്നെ നോക്കുകയാണെങ്കിൽ സിലിക്ക ജെല്ല് പോലുള്ള വാട്ടർ അബ്സോർബൻ്റ് മെറ്റീരിയൽസ് ഒക്കെ തന്നെ യൂസ് ചെയ്യുക. സോ അതും അതെ നമ്മുടെ ക്യാമറയെ ഡ്രൈ ആയിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. സോ ഹീറ്റ് ബോക്സ്, ഡ്രൈ ബോക്സിലൊക്കെ തന്നെ ഇട്ട് വെച്ചുകൊണ്ട് നമുക്ക് ക്യാമറ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അടുത്തായിട്ട് പറയാനായിട്ടുള്ളത് നമ്മുടെ ക്യാമറയിലുള്ള ആക്സസറീസിനെ കുറിച്ചാണ്. മെയിനായിട്ട് പറയാനുള്ളത് ക്വാളിറ്റിയുള്ള നല്ല ആക്സസറീസ് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് ലക്ഷങ്ങളൊക്കെ മുടക്കി ക്യാമറ വാങ്ങി ക്വാളിറ്റി കുറഞ്ഞ ആക്സസറീസ് യൂസ് ചെയ്ത് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാക്സിമം ഒഴിവാക്കുക തന്നെയാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റിയിലുള്ള, ഇപ്പോൾ എല്ലാവർക്കും കൂടിയ വിലയിലുള്ള സാധനങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ലെങ്കിൽ ഉള്ളതിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈവൻ മോണോപോഡായാലും ട്രൈപോഡായാലും അത്തരത്തിലുള്ള ഏത് ആക്സസറി ആണെങ്കിലും നല്ല ക്വാളിറ്റിയിലുള്ള സാധനം ഉപയോഗിക്കുക എന്നാണ് പറയാനായിട്ടുള്ളത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബാറ്ററിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭൂരിഭാഗം ഇറങ്ങുന്നത് മിറർലെസ് ക്യാമറകളാണ്. നമുക്കറിയാം മിറർലെസ് ക്യാമറകൾക്ക് കമ്പാരിറ്റീവ്ലി ഭൂരിഭാഗം ക്യാമറകൾക്കും ബാറ്ററി ലൈഫ് കുറവാണെന്നുള്ളതാണ്.
ഒരുപാട് പേര് എക്സ്ട്രാ ബാറ്ററീസ് ഒക്കെ തന്നെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന സമയത്ത് മാക്സിമം നമ്മൾ വാങ്ങുന്ന കമ്പനി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറയുടെ സെയിം ബ്രാൻഡിലുള്ള ബാറ്ററി തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ സോണിയുടെ ക്യാമറ ആണെന്ന് വെച്ചാൽ സോണിയുടെ തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ബാറ്ററി വാങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. തേർഡ് പാർട്ടി ബാറ്ററീസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റ് കമ്പനികളുടെ ബാറ്ററി വാങ്ങി യൂസ് ചെയ്യുന്ന സമയത്ത് അവയ്ക്ക് ക്വാളിറ്റി കുറവായിരിക്കും, വിലയും കുറവായിരിക്കും, അതിനനുസരിച്ച് തന്നെ ക്വാളിറ്റിയും കുറവായിരിക്കും. നമ്മുടെ സോണിയുടെ ക്യാമറ ആണെന്ന് വെച്ചാൽ സോണിയുടെ അത്രയും ആ ബാറ്ററി അത്രയും ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല. സോ അതുകൊണ്ടൊക്കെയാണ് ആ ബാറ്ററികൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതിനാണ് പറയാനായിട്ടുള്ളത്. നമ്മൾ മാക്സിമം പിന്നെ നമ്മളത് വാങ്ങുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ സോണിയുടെ ഒക്കെ തന്നെ 6 സീരീസിലുള്ള NPFW50 ടൈപ്പ് ബാറ്ററിക്കൊക്കെ തന്നെ 5000-6000 രൂപയൊക്കെയാണ് അതിൻ്റെ വില. വളരെ കൂടിയ വിലയാണ് എക്സ്ട്രാ ബാറ്ററീസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. സോ അതാണ് നമ്മൾ മറ്റ് ബാറ്ററീസ് തേടി പോകാനുള്ള മെയിനായിട്ട് റീസൺ എന്ന് പറയുന്നത്. എങ്കിലും മാക്സിമം തേർഡ് പാർട്ടി കമ്പനികൾ അല്ലെങ്കിൽ എക്സ്ട്രാ പുറത്തുനിന്നുള്ള കമ്പനികളുടെ ബാറ്ററീസ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അത് പെട്ടെന്ന് ബൾജാവുകയും പിന്നെ നമ്മുടെ ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ മാക്സിമം കമ്പനിയുടെ തന്നെ ബാറ്ററി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സോണിയുടെ ക്യാമറ ആണെന്ന് വെച്ചാൽ സോണിയുടെ തന്നെ ബാറ്ററി, അത്തരത്തിൽ ബാറ്ററി പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും നമ്മുടെ UV ഫിൽറ്ററിൻ്റെ കാര്യം. ഇപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എൻ്റെ ക്യാമറയിൽ ഞാൻ UV ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു പരിധി വരെ ഈ ഡസ്റ്റ് മോയ്സ്ചറൊക്കെ തന്നെ ഒരു പരിധി വരെ ഒരു പ്രൊട്ടക്ഷനാണ് ഈ ഒരു UV ഫിൽറ്റർ യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ മാക്സിമം അത് പല വിലയുടെയും കിട്ടും. ഇപ്പോൾ ക്വാളിറ്റി കൂടിയതുണ്ട്, ക്വാളിറ്റി കുറഞ്ഞതുണ്ട്. സോ നമുക്ക് ശരി നല്ലതാണെന്ന് തോന്നുന്നൊരു സാധനം വാങ്ങി നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റേറ്റിംഗ് ഒക്കെ ഉള്ള സാധനം വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ് UV ഫിൽറ്ററിൻ്റെ കേസ് പറയാനായിട്ടുള്ളത്. UV ഫിൽറ്ററിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാവുന്നത് ഇമേജ് ക്വാളിറ്റിയെ ചെറുതായിട്ടൊന്ന് കുറച്ച് ബാധിക്കുന്നുള്ളതാണ്. ചെറുതായിട്ടൊരു ഇമേജ് ക്വാളിറ്റിയെ റിഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് ലെൻസിന് മുന്നിൽ വരുന്ന സമയത്ത്. എങ്കിലും ഒരു പ്രൊട്ടക്ഷനാണ് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഡസ്റ്റ് മോയ്സ്ചർ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫംഗസ് വരുന്നതൊക്കെ തന്നെ ഒരു പരിധി വരെയൊക്കെ തന്നെ അതിനെ റിപ്പൽ ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനം തന്നെയാണ് UV ഫിൽറ്റർ എന്ന് പറയുന്നത്. സോ അത് ഒന്ന് വാങ്ങിയിടുക. ഇനിയിപ്പോൾ അത് ഉപയോഗിക്കുന്നതിനാണ് നല്ലത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ കൂടി ഇമേജ് ക്വാളിറ്റി അധികം ബാധിക്കില്ല. നല്ല വില കൂടിയ ഫിൽറ്റേഴ്സൊക്കെ തന്നെ അവൈലബിൾ ആണ്. സോ അതൊക്കെ ആണെങ്കിൽ ഫോട്ടോ ക്വാളിറ്റി അധികം ബാധിക്കില്ല. എങ്കിലും UV ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെയുള്ളൊരു ആക്സസറി എന്ന് പറയുന്നത് ലെൻസ് ഹുഡ് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. അവിടെ ഇടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ ലെൻസ് ഹുഡ് സഹായിക്കുന്നുള്ളതാണ്. അതും പല ക്വാളിറ്റിയിലുള്ള സാധനം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ആപ്റ്റായിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുള്ള നല്ല സാധനം നോക്കിയിട്ട് വാങ്ങാനാണ് പറയാനായിട്ടുള്ളത്. അതാണ് ആക്സസറീസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, ആക്സസറീസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്യാമറ ക്ലീനിങ് കിറ്റുകളെ കുറിച്ചാണ്, ക്ലീനിങ്ങിനെ കുറിച്ചാണ് പറയാനായിട്ടുള്ളത്. പീരിയോഡിക്കലി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ക്യാമറ വൃത്തിയായിട്ട് പൊടിയൊക്കെ തട്ടി തുടയ്ക്കുക. നല്ല ക്ലീനിങ് കിറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അവയൊക്കെ തന്നെ പർച്ചേസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ വീഡിയോസൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ നമുക്ക് പല വീഡിയോസ് കാണാം ക്യാമറ ക്ലീൻ ചെയ്ത് എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ. പിന്നെ പേഴ്സണലി ഞാൻ ചെയ്യാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇമേജ് സെൻസർ അധികം തൊട്ട് കളിക്കാറില്ല. ഞാൻ അങ്ങനെ തന്നെ പറയുക. അധികം നമ്മളായിട്ട് അതിലൊന്നും ചെയ്യേണ്ട. ജസ്റ്റ് ഇപ്പോൾ ഇതുപോലത്തെ എയർ ബ്ലോവറൊക്കെ നമുക്ക് കിറ്റിൽ ബേസിക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്നും വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി, എത്ര പൊടിയൊക്കെ തട്ടിയാൽ മതി. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തുടയ്ക്കാൻ കുഴപ്പമില്ല. എങ്കിലും സെൻസറിൽ അധികം തൊട്ട് കളിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ അത് നമ്മുടെ ഇമേജ് ക്വാളിറ്റിയെ തന്നെ ചിലപ്പോൾ ബാധിച്ചേക്കാം. നമ്മൾ ടച്ച് ചെയ്തിട്ട് നമ്മൾ തുടയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മോശമായിട്ട് ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതാണ് പറഞ്ഞത്, അധികം തൊട്ട് കളിക്കേണ്ട. ഇതുപോലത്തെ ബ്ലോവർ നമ്മൾ കിറ്റുകളൊക്കെ തന്നെ അവൈലബിൾ ആണ്. ഇത് അടിച്ചിട്ട് ജസ്റ്റ് പൊടിയൊക്കെ തട്ടുകയാണ് നല്ലത്. പിന്നെ ബാക്കി ഭാഗങ്ങളൊക്കെ തുടച്ച് വൃത്തിയായി സൂക്ഷിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഔട്ട്ഡോറിൽ നമ്മൾ ലെൻസ് മാറ്റുന്ന സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യുക. മാക്സിമം അവോയ്ഡ് ചെയ്യുകയാണ് വേണ്ടത്. കാര്യം പൊടി ചളി പോലുള്ള സാധനങ്ങളൊക്കെ തന്നെ നമ്മുടെ ബോഡിയിലേക്ക് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ തന്നെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. മാക്സിമം നമ്മൾ വീടിൻ്റെ അകത്ത് ഇപ്പോൾ ജസ്റ്റ് പൊടി നല്ല സേഫായിട്ട് സ്ഥലത്ത് വെച്ചിട്ട് ലെൻസുകൾ ഇൻ്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തത് നമ്മുടെ DSLR ക്യാമറ അല്ലെങ്കിൽ മിറർലെസ് ക്യാമറ, നമ്മുടെ ക്യാമറ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി വിചാരിക്കും. നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലോങ് ടൈമിൽ എടുത്ത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ നമ്മൾ ഈ ആക്സസറീസ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ മോളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. ഞാനും അതിൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, എങ്കിലും മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്യാമറ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. മാക്സിമം നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക. നല്ല കെയറിങ്ങോട് കൂടി തന്നെ നമ്മുടെ ക്യാമറയെ കൊണ്ട് നടക്കുക എന്നാണ് പറയാനായിട്ടുള്ളത്. സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.